ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു റെസിപ്പിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഈ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ 2 ഹെൽത്തി ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയാണ്. ക്യാരറ്റും ബീട്രൂട്ടും കൊണ്ടുള്ള 2 ഡ്രിങ്ക്സാണ് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റ് ജ്യൂസ് തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 മീഡിയം ക്യാരറ്റ് നന്നായി വൃത്തിയായി കഴുകിയെടുത്ത് തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലവണ്ണം വളരെ നൈസായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് അരിപ്പ വെച്ച് അരിച്ചെടുക്കാം. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, ബീട്രൂട്ടും ക്യാരറ്റും ഒരുപാട് വിറ്റമിൻസും മിനറൽസും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും BP കുറക്കാനും വളരെയധികം പ്രയോജനകരമായ 2 സാധനങ്ങളാണ് ബീട്രൂട്ടും ക്യാരറ്റും. ഇതിലേക്ക് നമുക്ക് 2 ചെറിയ പഴം, 1-2 പഴം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ജ്യൂസ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ 1.5 ഗ്ലാസ് വെള്ളമാണ് ജ്യൂസ് ഉണ്ടാക്കാൻ ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് 1.5 ഗ്ലാസ് തിളപ്പിച്ചാറിയ പാല് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തിയെടുക്കാം. ഇതിലേക്ക് ഒരു തണുപ്പിന് വേണ്ടി ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് അരക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ബീട്രൂട്ട് ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 മീഡിയം ബീട്രൂട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ഇവയിൽ ഏതെങ്കിലും ഒരു ഡ്രിങ്ക് കുടിക്കുകയാണെങ്കിൽ, നമുക്ക് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ കുടിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം നല്ല ഉന്മേഷത്തോടെ ഇരിക്കാനും അതുപോലെ തന്നെ ക്ഷീണം മാറാനും എല്ലാം ഇത് സഹായിക്കും. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരു അര നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ പാലൊന്നും ചേർക്കുന്നില്ല. കുറച്ച് ഇപ്പം ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് തേൻ ചേർത്ത് കൊടുക്കാം. കുട്ടികൾ ഒക്കെയുള്ള വീടാണെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ബീട്രൂട്ട് ജ്യൂസ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു അരിപ്പ വെച്ച് അരിച്ചെടുക്കാം. ഇതേ രീതിയിൽ തന്നെ കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ബീട്രൂട്ട് ജ്യൂസും ഇവിടെ തയ്യാറായിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള ക്യാരറ്റ് ബീട്രൂട്ട് ജ്യൂസ് ആഴ്ചയിൽ 3 ദിവസം കുടിക്കുന്നത് അവരുടെ ആരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ